എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിള്ളൽ സംഭവിച്ചത് എന്നുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ നമ്മുടെ ലൈഫിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എപ്പോഴും വഴക്കുണ്ടാവുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും. അങ്ങനെ സംശയമുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ ലൈഫിൽ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പല പല ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് നാം പറയുന്നത് നിങ്ങളുടെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കാം. എപ്പോഴും നിങ്ങളുടെ പാഷൻ ചേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടങ്ങളെയൊക്കെ നിങ്ങൾ വല്ലാതെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷേ ലൈഫിൽ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ചെറിയ കാര്യങ്ങൾ വളരെ വലുതായിരിക്കും, ചില ആൾക്കാർക്ക് അത് അത്ര കാര്യമായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വളരെ അധികം ആവശ്യമുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു ശ്രദ്ധയോ പരിഗണനയോ കിട്ടാതെ വരുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആണ്, പക്ഷേ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇനി വേറെ എന്തെങ്കിലും ഒരു മെസ്സേജും കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാര്യം മതി നമ്മളുടെ ഈ റിലേഷൻഷിപ്പിന് തന്നെ ഇഷ്യൂ ആവാൻ. കാരണം മനസ്സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കായാലും എത്ര പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ അതിലിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യണം. കറൻ്റ്ലി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്സ് എടുക്കണം. ഇപ്പോൾ ചില ആൾക്കാർ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചിലർ ഓൾറെഡി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ ഉടനെ തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണം. അപ്പോൾ മൂവ് ഫോർവേഡ് എന്നുള്ള മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിവാഹം വേണമെന്നുള്ള ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അതിലിപ്പോൾ പ്രൊപ്പോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടൊരു വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ട, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ബാലൻസിങ് ആയിട്ടുള്ളൊരു ലൈഫാണ് കാണുന്നത്. പക്ഷേ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈഫായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഫൺ എലമെൻറ്റും ഉണ്ടാവും. ചിലപ്പോൾ ഫിനാൻഷ്യൽ ട്രബിൾസൊക്കെ കുറച്ച് കഴിയുമ്പോൾ വന്നു എന്ന് വരാം. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഫ്യൂച്ചറിൽ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സ്മൂത്ത് ലൈഫ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.